രാജേഷ് ബി.ജെ.പി നേതാവ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ബി.വി. രാജേഷ്, ഇവിടെ CPM മുഖ്യപത്രങ്ങളിൽ പരസ്യം കൊടുക്കുകയാണ്. സന്ദീപ് വാര്യരുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ആയുധമാക്കുകയാണ് ഇടതുമുന്നണി ഏറ്റവും അവസാന നിമിഷം തെരഞ്ഞെടുപ്പ് കളത്തിൽ. ഇത് ശരിക്കും ഈ സന്ദീപ് കോൺഗ്രസിലേക്ക് പോയത് അവർക്കൊരു ബുമറാങ് ആവുകയാണോ? ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞല്ലോ, പോയ ആളിന് പ്രവർത്തിക്കുവാനും അദ്ദേഹത്തെ സ്വീകരിച്ചവർക്ക് കൊണ്ടു നടക്കുവാനുമുള്ള ശക്തി ഈശ്വരൻ നൽകട്ടെ എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഈ പത്രം കണ്ടില്ല. ഇതിൽ വരുന്ന ചാനലുകളിൽ വരുന്ന വാർത്ത അനുസരിച്ച് ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങളൊക്കെ പതിറ്റാണ്ടുകളായി സംഘടനയിൽ പ്രവർത്തിക്കുന്നു. അത് അദ്ദേഹമായാലും ഒരുപാട് കാലം ഈ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിക്ക്, പ്രത്യേകിച്ച് സംഘത്തിന്റെയോ യുവമോർച്ചയുടെയോ ഒക്കെ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി മാറി വേറൊരു പാർട്ടിയിലൊക്കെ ചേരാം. പക്ഷേ ഉള്ളിൽ തറച്ചുപോയ ആശയം അങ്ങനെ ഇങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല. ഇപ്പോ CPM, ഞാൻ പേര് പറയുന്നില്ല, BJP RSS പ്രസ്ഥാനങ്ങൾ വിട്ട് കണ്ണൂർ ജില്ലയിലൊക്കെ തന്നെ CPM-ലേക്ക് പോവുകയും ചില സ്ഥാനങ്ങൾ നേടുകയും ചെയ്ത ആൾക്കാരോട് പോലും ഞാനൊക്കെ 2-3 ഉണ്ട്. വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തെ കുറിച്ച് അവർ അന്ന് ചോദിച്ച അതേ തീവ്രതയോടെ അവർ ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇൻടാക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് ഉണ്ടാകുന്നത്, ആശയപരമായും വ്യക്തിപരമായും ഒക്കെ തന്നെ. അതുകൊണ്ട് ഒരു പാർട്ടി മാറി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഉള്ളിൽ നിന്ന് ആശയമൊന്നും അങ്ങനെ പെട്ടെന്ന് മാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും സന്ദീപ് RS-കാരനാണെന്നാണ് CPM നേതാക്കൾ തുടർച്ചയായി പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഒരു 4-5 കൊല്ലത്തിൽ കൂടുതലൊക്കെ സ്ഥിരമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾ എന്തായാലും അധികാരത്തിന്റെ MLA MP മോഹത്തിലൊന്നും പെട്ടെന്നൊന്നും ഇതിനകത്ത് നിൽക്കില്ലല്ലോ. ചില മണ്ഡലങ്ങൾ മാത്രമല്ല ഇപ്പൊ ജയിക്കാനുള്ള ഒരു നല്ല തീർച്ചയായിട്ടും ജയിക്കുന്നുള്ള അവസ്ഥയായിട്ടുള്ളൂ. അപ്പോൾ ഒരാശയത്തിന്റെ പേര്, ആ ആശയം ഒരു ദിവസം രാത്രി കൊണ്ടോ ഇപ്പൊ പെട്ടെന്ന് പോയി ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു പാർട്ടിയിൽ ചേർന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് പോയി തങ്ങളെ കണ്ടാൽ അത് മാറുമെന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് എന്തോ അത്ഭുത സിദ്ധി ഉണ്ടാവണം. അല്ലാതെ അത് സാധാരണ മാറാൻ സാധ്യതയില്ല. ആശയം അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ കല്യാൺ സിംഗിനെ പോലുള്ള മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ മായാവതിയെ പോലുള്ളവരൊക്കെ ചില സാഹചര്യങ്ങൾ മറ്റോ പാർട്ടി ഉണ്ടാക്കിയിട്ട് പോലും അവർ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴേക്ക് ആ പാർട്ടിയൊക്കെ പിരിച്ചിട്ട് തിരിച്ച് ഞങ്ങളുടെ സംഘടനയിൽ തിരിച്ചു വന്നില്ല. അത് ഈ സംഘടനയുടെ പ്രത്യേകത. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അല്ല, അങ്ങനെ സന്ദീപ് തിരിച്ച് BJP-യിലേക്ക് തന്നെ സ്വന്തം പാളയത്തിലേക്ക് തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയാണോ ഇപ്പോഴും BJP-ക്കുള്ളത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു, ഞാൻ ആ പേരേ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് ആശയം ഉള്ളിലുണ്ടാകും. അത് പെട്ടെന്ന് തൂത്തെറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് അത്ഭുത സിദ്ധിയൊക്കെ ഉണ്ടാകാം. പക്ഷെ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള റിലേഷനാണ് പിടിച്ചത്. ഒരു ദിവസം രാത്രി കൊണ്ടൊക്കെ അതങ്ങ് മാറും എന്നൊന്നും എന്നെപ്പോലുള്ള സാധാരണക്കാരനും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരി, V.V. രാജേഷാണ് BJP നേതാവ് പ്രതികരിച്ചത്. ഏതായാലും ആ ആശയത്തിൽ ഉറച്ചു നിന്നിരുന്ന ഒരാൾ പാർട്ടി മാറിയാൽ ആശയം മാറണമെങ്കിൽ, തങ്ങളെ കണ്ടാൽ ആശയം മാറണമെങ്കിൽ തങ്ങൾക്ക് എന്തോ അത്ഭുതസിദ്ധി ഉണ്ട് പാണക്കാട് ഷിഹാബ് തങ്ങൾക്ക് എന്നാണ് രാജേഷിന്റെ പരിഹാസം. ഏതായാലും ഈ വിഷയം CPM തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വലിയ വിഷയമാക്കുന്നു. കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങളെ പിണറായി വിജയനും ഇടതുപക്ഷ നേതാക്കളുമൊക്കെ വിമർശിച്ചത് അത് വലിയ പ്രചരണായുധമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് പാലക്കാട്ട്. എങ്കിൽ ഇപ്പോൾ പുതിയൊരു പ്രചരണായുധം CPM-ന് വീണ് കിട്ടിയിരിക്കുകയാണ്. അത് മുഖ്യധാരാ പത്രങ്ങളിലടക്കം അവർ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. സന്ദീപിന്റെ പഴയ ന്യൂനപക്ഷ പോസ്റ്റുകൾ കുത്തിപ്പൊക്കി പത്രങ്ങളുടെ മുൻ പേജുകളിൽ വലിയ പരസ്യം, പ്രത്യേകിച്ചും സിറാജ്, സുപ്രഭാതം പോലെയുള്ള പത്രങ്ങളിൽ ഇത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് CPM-ന്റെ പുതിയ ഒരു പ്രചരണ തന്ത്രമായി പാലക്കാട്ട് മാറുകയാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. അതിലേക്ക് വരാം. അതിനു മുൻപ് ഒരിടവേള.